Hi all, good evening. എന്താണ് ഇപ്പൊ ഒരുവിധ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്നൊരു സെഷൻ വെച്ചിരിക്കുന്നത് ഓറിയന്റേഷൻ ആണ്. അതായത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. നമ്മുടെ സിലബസ് എങ്ങനെയാണ്, നമ്മൾ ഇനി എടുക്കുന്ന ബാച്ചസ്, അതിന്റെ ടൈം ടേബിള്, ഫീ സ്ട്രക്ചർ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, അസൈൻമെന്റ്, പിന്നെ അതുപോലെ ഡിസർട്ടേഷൻ, അങ്ങനെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു സെഷനിൽ ക്ലിയർ ചെയ്യാം. ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഇപ്പോൾ ജനുവരി 3 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. 5-ാം തീയതി തൊട്ടാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 3-ാം തീയതി പറയുമ്പോൾ ഒന്ന് വെക്കേഷൻ കഴിഞ്ഞിട്ടില്ല, അപ്പോൾ കുറച്ച് പേരൊക്കെ ട്രാവലിംഗ് അങ്ങനത്തെ ഇതിലൊക്കെ ആയിരിക്കും. പിന്നെ 3-ാം തീയതി തിരുവാതിര മഹോത്സവം ഉണ്ട്, അപ്പൊ കുറെ പേര് അതിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് 5-ാം തീയതി തൊട്ടാണ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിന് 2 സെഷൻ, സെക്കൻഡ് ഇയറിന് 2 സെഷൻ, തേർഡ് ഇയറിന് 2 സെഷൻ, അങ്ങനെ ആയിരിക്കും. അപ്പൊ ഈ 2 സെഷനിലും ഓരോ സബ്ജക്റ്റുകൾ വീതം, അതായത് 2 സബ്ജക്ട് ഡെയിലി എടുക്കും. അങ്ങനെ മുന്നോട്ട് പോയാലേ നമുക്ക് തീരുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് എടുക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായി. ലാസ്റ്റ് ടൈമില് ഒരുപാട് സിലബസ് നമുക്ക് ബാക്കിയായി. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് ഒക്കെ എടുത്തത്. അപ്പൊ ആ ഒരു പ്രശ്നം ഇനി ഇല്ലാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ടൈം ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഞാൻ അതിന്റെ സിലബസ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മള് ഫസ്റ്റ് ഇയറിലെ ഈ ഒരു ജനുവരി ഫെബ്രുവരിയിൽ 2 സബ്ജക്ട് തീരും. അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും ജനുവരി ഫെബ്രുവരിയിലെ 2 സബ്ജക്ട് വീതം എടുത്തു തീർക്കും. ഓരോ ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും തേർഡ് ഇയർ ആണെങ്കിലും. പിന്നെ അതിലെ നമുക്ക് തിങ്കൾ മുതൽ വെള്ളി വരെയാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. നമ്മുടെ സ്ഥിരം കുട്ടികൾക്ക് അറിയാം, സ്ഥിരം ലേണേഴ്സിന് അറിയാം, തിങ്കൾ മുതൽ വെള്ളി വരെയാവും. ഇനി എന്തെങ്കിലും ലീവോ കാര്യങ്ങളൊക്കെ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ക്ലാസ് സൺഡേ സാറ്റർഡേ ഒക്കെ ആയിട്ട് എടുത്തു തീർക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിൽ ആദ്യം തുടങ്ങുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് BPCC 102-ഉം 104-ഉം ആണ്. 102-ഉം 104-ഉം കേട്ടോ. അപ്പൊ ജനുവരി ഫെബ്രുവരിയിലെ ഫസ്റ്റ് ഇയറിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് 102 ബയോസൈക്കോളജി, 104 സ്റ്റാറ്റിക്. അതാണ് ഫസ്റ്റ് ഇയറിന്റെ സബ്ജക്റ്റുകൾ വരുന്നത്. ഇവരുടെ ആഘോഷം കഴിഞ്ഞിട്ടില്ല, എന്താണ് തൊട്ടടുത്തൊക്കെ ന്യൂ ഇയറിന്റെ ആഘോഷം കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഒരു സൗണ്ടാണ് കേട്ടോ. പിന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ തുടങ്ങുന്ന സബ്ജക്റ്റുകൾ 107-ഉം പിന്നെ അതുപോലെ തന്നെ 110-ഉം. അതായത് 107 എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി ആണ്, 110 എന്ന് പറയുന്നത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. രണ്ട് ഏകദേശം ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അത് രണ്ടാണ് സെക്കൻഡ് ഇയറിൽ തുടങ്ങുന്നത്. പിന്നെ തേർഡ് ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് BPCC 113 അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡീലിങ്സ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്. അതാണ് ജനുവരി ഫെബ്രുവരിയിൽ എടുക്കുന്ന സബ്ജക്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് 141 പോസിറ്റീവ് സൈക്കോളജി. ഇത് രണ്ടും എന്ത് ചെയ്യും, ജനുവരി ഫെബ്രുവരിയിൽ എടുത്തു തരും. ഇനി അതിന്റെ ഒരു സിലബസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളത്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ.
ഇതുണ്ട് BPCC 141 ആണ് പോസിറ്റീവ് സൈക്കോളജി. ഈ ഒരു സ്ട്രക്ചറിലാവട്ടോ നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. അപ്പൊ 5ാം തീയതി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓരോ 2 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമ്മളൊരു റിവിഷൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, 2 ചാപ്റ്റർ, ആദ്യത്തെ 1ഉം 2ഉം കഴിഞ്ഞു, റിവിഷൻ അതിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ 1ാമത്തെ ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്ററും കൂടെ നമ്മളൊന്ന് റിവിഷൻ ചെയ്യും. അതായത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി അതൊക്കെ മനസ്സിൽ വരും. അപ്പൊ അത് നോക്കുന്നുണ്ട്. റെഡ് കളർ ഉള്ളത് സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ. പിന്നെ അടുത്ത വീക്കില് ചാപ്റ്റർ 3 എടുക്കുന്നുണ്ട്. ചാപ്റ്റർ 3, 4, 5 ഇത് എടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്കിലാണ് അതിന്റെ റിവിഷൻ പോകുന്നത്. അപ്പൊ 3, 4, 5 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിവിഷൻ എടുക്കും. പിന്നെ ചാപ്റ്റർ 6, 7 അതിലെ റിവിഷൻ 6, 7 കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും നീട്ടിപ്പോയുള്ളത്. 6ഉം 7ഉം ഒരു റിവിഷനായിട്ട്. പിന്നെ അടുത്തത് 8, 9 കണ്ട. അങ്ങനെ ഈ ഒരു 13ാം തീയതി എക്സ്ട്രാ ഞാൻ ഇവിടെ ലീവ് ഇട്ടിട്ടുണ്ട്. എന്റെ പൂരാണ്, ഇപ്പൊ ഞാൻ വീടിന്റെ അടുത്തുള്ള പൂരാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഞാനത് ആ ഒരു ലീവ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ 16 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. BPCC 141 16 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ഒരു 1/2-3/4 മണിക്കൂറുള്ള സെഷൻ ആയിരിക്കും ഡെയിലി ഉണ്ടായിരിക്കും. എന്നാലേ നമുക്ക് ടോപ്പിക് എടുത്ത് തീരുള്ളൂ. അപ്പൊ അങ്ങനെ ഈ ഒരു 141 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സബ്ജക്ട് 113 ആണ്. 3rd ഇയർ ആണ് കേട്ടോ പറയുന്നത്. 3rd ഇയറിലേക്കുള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പൊ ഇതിൽ ജോയിൻ ആയിട്ട് കാണാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. BPCC 113 കേട്ടോ. എത്ര 12 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 12 ചാപ്റ്റേഴ്സ് ആണ് BPCC 113 വരുന്നത്. ഡിസോർഡേഴ്സ് ആണ് പഠിക്കാനുള്ളത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് ക്രൈറ്റീരിയ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ICD വെച്ചിട്ടാണ് കേട്ടോ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ICDയുടെ PDF ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ അത് വെച്ചിട്ട് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും ഡിസോർഡേഴ്സിന്റെ. പ്ലസ് നമ്മൾ ഈ ഒരു ICDയും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സസ് എടുക്കുക. കാരണം നമുക്ക് ഭാവിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് അത് വേണം. നമുക്ക് ആ ഒരു ക്രൈറ്റീരിയസ് പഠിച്ചെങ്കിൽ മാത്രമേ ഡയഗ്നോസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ബേസിൽ നമ്മൾ ക്ലാസ്സസ് എടുക്കും. 12 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ റിവിഷൻസ് വെക്കുന്നുണ്ട്. ഇപ്പോ 27ാം തീയതി റിവിഷൻ അടക്കം ആ ഒരു സബ്ജക്റ്റും കൂടെ കഴിയും. പിന്നെ മാർച്ച് ഏപ്രിൽ എടുക്കുന്ന സബ്ജക്ട് BPCC 114, പിന്നെ അതുപോലെ തന്നെ BPCE 143 അങ്ങനെ 2 സബ്ജക്റ്റ് ആണ് കേട്ടോ മാർച്ച് ഏപ്രിൽ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് ആണ് പിന്നെ ഒന്ന് പെൻഡിങ് ആയിട്ടുള്ളത്. ആ ഒരു മെയ്യിൽ നമുക്ക് എക്സ്ട്രാ റിവിഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം നോക്കി ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഈ ഒരു തരത്തിലാണ് ഞാൻ ക്ലാസ്സസ് പോകാനായിട്ട് വിചാരിക്കുന്നത്. അപ്പൊ 3rd ഇയറിന്റെ ക്ലാസിന്റെ ടൈം പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ 2 സബ്ജക്ട് ജനുവരി ഫെബ്രുവരിയിൽ കഴിക്കുക. പിന്നെ അടുത്ത 2 സബ്ജക്ട് മാർച്ച് ഏപ്രിലിൽ കഴിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും 3rd ഇയറിൽ ബാക്കി 3 സബ്ജക്ട് ഉണ്ടല്ലോ എന്ന്. നമുക്ക് 6 മാസം കൊണ്ട് ഫുള്ള് സിലബസ് ഫുള്ള് സബ്ജക്ട് എടുത്ത് തീർക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കണ്ടാൽ തന്നെ അറിയാലോ, ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 6 മാസം കൊണ്ട് എല്ലാ സബ്ജക്റ്റും എടുത്ത് തീർക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ബാക്കി 3 സബ്ജക്ട് അടുത്ത സെഷനിൽ എടുക്കും. ഓക്കെ, ജൂൺ എക്സാം കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ നമ്മൾ ഇതുപോലെ തന്നെ ജൂലൈ പകുതിയായിട്ടോ അല്ലെങ്കിൽ ജൂലൈ ആദ്യമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ടൈമിൽ എക്സാമിന്റെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് ഇപ്പൊ നോക്കണ്ടോ, ജനുവരി 5ാം തീയതി തുടങ്ങുമ്പോൾ 3ാം തീയതി 2ാം തീയതി ഒക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 3rd ഇയർ 2nd ഇയർ ഒക്കെ എക്സാം ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 5ാം തീയതി തുടങ്ങുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ ഈ ജൂണിലെ എക്സാം ടൈം ടേബിൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ജൂലൈയിൽ അല്ലെങ്കിൽ ജൂലൈ പകുതിക്കൊക്കെ ആയിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, ബാക്കി 3 സബ്ജക്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് ഞാൻ ഒരു ടൈം ടേബിൾ ഇപ്പൊ ഞാൻ ഇവിടെ BPCC 113ഉം 141 ആണ് കേട്ടോ 3rd ഇയറിന്റെ ടൈം ടേബിൾ ഇട്ടിട്ടുള്ളൂ. മറ്റേത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും മാർച്ച് ഏപ്രിലിൽ ഞാൻ അത് ഇതുപോലെ എടുക്കും. അപ്പൊ ഒരു ടൈം ടേബിൾ തരാം. ഇതുപോലെ നമ്മൾ ടോപ്പിക് എടുത്തു തീർക്കും. ഇനി 2nd ഇയറിന്റെ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇനിയിപ്പോ 2nd ഇയറിലാണെങ്കിൽ ഒരു മിനിറ്റ് PDF ഒന്ന് ഇടുന്നുണ്ട്. ഇത് BPCC 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ആണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. 14 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 14 ചാപ്റ്റേഴ്സില് റിവിഷൻ 2-3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സ് വീതം റിവിഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു റിവിഷന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പറയുന്ന ഈ ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ടോപ്പിക് തീർക്കും. അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഒരു 1/2-3/4 മണിക്കൂർ നിങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രതീക്ഷിക്കണം. 3rd ഇയറിന്റെ ടൈം ഞാൻ പറഞ്ഞില്ല. 3rd ഇയറിന്റെ ടൈം
ഇപ്പൊ നമ്മൾ നിലവിൽ എടുത്തു പോകുന്ന ഒരു ടൈമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ച് പേർക്ക് അത് കംഫർട്ടാണ്. 2:30 ഒരു സെഷൻ ഉച്ചയ്ക്ക്, പിന്നെ ഈവനിങ് 7:30 അടുത്ത സബ്ജക്ട്. അങ്ങനെയാണ് ഇപ്പൊ തേർഡ് ഇയർ വിചാരിച്ചിട്ടുള്ളത്. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ടൈം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് തേർഡ് ഇയർ ഉള്ള സ്റ്റുഡൻസിന് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് അത്. ഇനി ആ ഒരു 2:30 ഇപ്പൊ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് നമുക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. അന്നന്ന് എടുക്കുന്ന ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ആപ്പിൽ നിങ്ങൾക്ക് ഇട്ടു തരും. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഒന്ന് കാണിച്ചു തരാം. ഇത് തേർഡ് ഇയറിന്റെ PPCC 111 ടൈം ടേബിൾ ആണ്, സ്റ്റഡി മെറ്റീരിയൽ ആണ് കേട്ടോ. എല്ലാ ടോപ്പിക്കും ഉണ്ടായിരിക്കും. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ വിധത്തിൽ ഇങ്ങനെ പോയിന്റ് ഒക്കെ ഇട്ടിട്ട് പരമാവധി ചുരുക്കി തന്നിട്ടൊക്കെ ആയിരിക്കും നമ്മളെ നോട്ടുകൾ ഉണ്ടായിരിക്കുക. ക്ലാസ്സസിൽ കയറിയവർക്ക്, ലൈവ് ക്ലാസ്സിലൊക്കെ കയറിയവർക്ക് അറിയാം. എല്ലാ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു PDF നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് പഠിച്ചാൽ മതി. നമുക്ക് ഇഗ്നോന്റെ ടെക്സ്റ്റ് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി PDF ഫോണിലൊക്കെ കണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രിന്റഡ് മെറ്റീരിയൽ വേണമെങ്കിൽ, ഒരു മിനിറ്റ് കേട്ടോ, പ്രിന്റഡ് മെറ്റീരിയൽ വേണമെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം തൊട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പ്രിന്റഡ് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരെ പറയാ. അപ്പൊ നമുക്ക് പ്രിന്റഡ് മെറ്റീരിയൽസ് തരുന്നതാണ്. അപ്പൊ അത് നമ്മൾ തന്നെ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. വേണമെങ്കിൽ അത് സ്പൈറൽ ബൈൻഡ് ചെയ്തിട്ട് തരാം. അതല്ലെങ്കിൽ ജസ്റ്റ് പേജ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ തന്നിട്ട് നിങ്ങൾക്ക് അത് സ്റ്റാപ്ലർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോറി, ഫീ പറഞ്ഞില്ല. ഫീസ് വരുന്നത് ഫസ്റ്റ് ഇയർ 4,000 ആണ്, സെക്കൻഡ് ഇയർ 5,000, തേർഡ് ഇയർ 3,500. അപ്പോൾ ഈ 4,000 ഈ ഫീസിലൊക്കെ നിങ്ങൾ ആദ്യം 1,000 റുപ്യ മാത്രം പേ ചെയ്താൽ മതി. ഇനീഷ്യൽ പേയ്മെന്റ് 1,000 ആണ്. ബാക്കി ബാലൻസ് ഉള്ള എമൗണ്ട് 500 വെച്ചിട്ട് മന്ത്ലി പേ ചെയ്യാം. എല്ലാ മാസവും 1-ാം തീയതി തൊട്ടിട്ട് 5-ാം തീയതി വരെ, അതാണ് നമ്മുടെ പേയ്മെന്റിന്റെ ഡേറ്റ്. മാക്സിമം എല്ലാവരും 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിട്ട് പേ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഫീയുടെ സ്ട്രക്ചർ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മുടെ കോഴ്സിന്റെ മാത്രമല്ല, ഇഗ്നോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കാട്ടോ, ആർക്ക് വേണേലും ചോദിക്കാം. ഞാൻ ഒരാളാണ് ക്ലാസ് എടുക്കുന്നത്, വേറെ ആരും ക്ലാസ് എടുക്കാണ്ടാവില്ല. ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എനി ടൈം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലൊക്കെ ചോദിക്കാം. ഓക്കെ ആണോ അപ്പൊ എല്ലാവർക്കും? ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ക്ലാസ് ജനുവരി 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 5-ാം തീയതി തേർഡ് ഇയറിന്റെ ഞാൻ ഓൾറെഡി ടൈം പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ പറഞ്ഞ പോലെ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ട് വെച്ചെങ്കിൽ കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ കൂടെ ടൈമും കൂടെ നോക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ ഞാൻ ടൈം പറയാം. എന്തായാലും 5-ാം തീയതി തൊട്ടിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ 102-ഉം 104 ആണ് ഈ ഒരു ജനുവരി ഫെബ്രുവരിയിൽ എടുത്തു തുടങ്ങുന്നത്. പിന്നെ ഇലക്ടീവ്സ് പറയാം. ഫസ്റ്റ് ഇയറിലെ എടുക്കുന്ന ഇലക്ടീവ്സ് BSOG 171 ആണ്, ഇന്ത്യൻ സൊസൈറ്റി. പിന്നെ അതുപോലെ തന്നെ BGDG 172, ജെൻഡർ സെൻസിറ്റൈസേഷൻ. പിന്നെ വരുന്നത് BEGG 171, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അങ്ങനെ 3 ഇലക്ടീവ്സ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ഇയറിൽ വരുന്ന ഇലക്ടീവ്സ് റീതിങ്കിങ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, സ്കൂൾ സൈക്കോളജി, മാനേജിങ് സ്ട്രെസ്. ഇത്രയും 5 ഇലക്ടീവ്സ് ആണ് ഇപ്പൊ ഈ ഒരു ബാച്ചിൽ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഏതാണ് എക്സാം എഴുതാനായിട്ട് പ്രിഫർ ചെയ്യുന്നത് അതായിരിക്കും ആദ്യം എടുക്കുക. കാരണം നമുക്ക് പറഞ്ഞല്ലോ, എല്ലാ സബ്ജക്റ്റും കൂടെ ഒരുമിച്ച് എടുത്ത് തീർക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും സബ്ജക്റ്റുകൾ എടുക്കുന്നത്. തേർഡ് ഇയറിൽ നമുക്ക് ഇലക്ടീവ്സ് വരുന്നില്ല, എല്ലാം കോർ സബ്ജക്റ്റ് ആണ്. 8 സബ്ജക്റ്റ് ഉണ്ട്, അതിലൊന്ന് ഡിസർട്ടേഷൻ ആണ്. ബാക്കി 7 സബ്ജക്റ്റും തിയറി ആണ്. 7 സബ്ജക്റ്റും നിങ്ങൾക്ക് അസൈൻമെന്റ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ 2 സബ്ജക്റ്റ് പ്രാക്ടിക്കലും ഉണ്ടായിരിക്കും.
ക്ലാരിഫൈ ചെയ്യണം. BPCC 112ഉം പിന്നെ അതുപോലെ തന്നെ 114 ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രാക്ടിക്കൽ ഉള്ളത്. അങ്ങനെ 2 സബ്ജക്ട് പ്രാക്ടിക്കൽ ഉണ്ട്. ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും പോലെ തന്നെ ഇതിനും അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും. അസൈൻമെന്റിന്റെ കാര്യം നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു ബാച്ചില് അപ്പൊ ജൂണിൽ എക്സാമിന് മുന്നേ വെക്കാനായിട്ടുള്ള അസൈൻമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ഈ ഒരു ഡിസംബറിലെ റീ രജിസ്ട്രേഷൻ ചെയ്തവര്, തേർഡ് ഇയർ റീ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് നെക്സ്റ്റ് ഡിസംബർ ആയിരിക്കും എന്ത് എക്സാമിനായിട്ട് അസൈൻമെന്റ് വെക്കേണ്ടി വരാം. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടാവും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഏത് ബാച്ചിലാണോ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെഷനിലെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ PDF ലഭ്യമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് എഴുതാവുന്ന തരത്തിലുള്ള PDF നമ്മൾ തയ്യാറാക്കി തരുന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? അപ്പോ ഓക്കെ മാഡം. ഓക്കെ, ഇനി വേറൊന്നും ഞാനും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഡിസർട്ടേഷന്റെ കാര്യം പറയാനുണ്ട്. ഡിസർട്ടേഷൻ തേർഡ് ഇയറിൽ വരുന്നത് ഡിസർട്ടേഷൻ പ്രോജക്റ്റ് ആണ്. അപ്പോ പ്രോജക്റ്റിന് നമുക്ക് ഗൈഡ് എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് RCയിലെ ഗൈഡിനെ കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ പരമാവധി എപ്പോഴാണോ നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നേ ആയിട്ട് എല്ലാതൊക്കെ ഒരുക്കി വെക്കുക. അപ്പോൾ ജൂണിൽ റീ രജിസ്റ്റർ ചെയ്തവര് നെക്സ്റ്റ് ജൂണിലേക്കാണ് ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുശേഷം പിന്നെ എപ്പോ വേണമെങ്കിലും നെക്സ്റ്റ് ജൂണിൽ തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്നത് അതിനനുസരിച്ച് ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യുക. എന്റെ അഭിപ്രായത്തിൽ പ്രാക്ടിക്കല്, അസൈൻമെന്റ്, ഡിസർട്ടേഷൻ ഒക്കെ ഇതാദ്യം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം അതിന്റെയൊക്കെ റിസൾട്ട് വരാനാണ് വൈകുക. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്ന വെച്ചെങ്കിൽ അതൊക്കെ പരമാവധി പെട്ടെന്ന് തീർത്ത് വെക്കുക. തിയറി സാവകാശം വേണമെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു സജഷൻ ഉണ്ട് എന്റെ ഭാഗത്തു നിന്ന്. പിന്നെ ഡിസർട്ടേഷൻ ടോപ്പിക്കുകൾ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കി വെക്കാം. ഇനിയിപ്പോ അതാണെങ്കിലും ഗൈഡ് അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ പരമാവധി പഴയ ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ ടോപ്പിക്കുകൾ നോക്കുക. ചില ഗൈഡുകൾ പഴയ ടോപ്പിക്ക് മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ചില ഗൈഡ് പുതിയ ടോപ്പിക്ക് വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഡിസർട്ടേഷൻ വേറെ എന്തെങ്കിലും എൻക്വയറി ഉണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അപ്പൊ അത്രയും കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഓർത്തെടുത്ത് വെച്ചതാണ്. നോക്കട്ടെ കേട്ടോ, വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്. സെക്കൻഡ് ഇയറിന്റെ ഒന്ന് കാണിച്ചു തരാം. സെക്കൻഡ് ഇയറിന്റെ കാണിച്ചു അല്ലേ? BPCC 1110, 141, 113 കാണിച്ചു. പിന്നെ സ്റ്റാറ്റ് എടുക്കുന്നതിന്റെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിലുള്ളവരെല്ലാവരും തേർഡ് ഇയേഴ്സ് ആണോ? രണ്ടുപേരും എനിക്കറിയാം തേർഡ് ഇയർ ആണല്ലോ. അപ്പൊ സ്റ്റാറ്റിയുടെ കാര്യം വരുന്നില്ല. അപ്പൊ സ്റ്റാറ്റി ആണെങ്കിലും നമ്മള് ലൈവ് ക്ലാസ്സസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PDF ഇടും. നമുക്കത് കൂടെ ലൈവായിട്ട് തന്നെ എല്ലാ പ്രോബ്ലംസും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ സ്റ്റാറ്റിയുടെ ക്ലാസ്സസ് വരുന്നത്. ഈ ബാച്ച് ഫുള്ളായിട്ട് വേണമെന്നില്ല. ഇനി സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ഇയറിലൊക്കെ ഏതെങ്കിലും എക്സാം എഴുതാനായിട്ട് ബാക്കിയുണ്ട്, ആ ഒരു സബ്ജക്ട് മാത്രം ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രമായിട്ട്, അല്ലെങ്കിൽ 2 സബ്ജക്ട് 3 സബ്ജക്ട് അങ്ങനെ മാത്രമായിട്ട് ബാച്ച് മുഴുവൻ എടുക്കണം എന്നില്ല. ഏതെങ്കിലും അങ്ങനെ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒക്കെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എക്സാം എഴുതുന്നവർ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ സെക്ഷനിൽ എടുക്കുന്ന ലൈവ് ക്ലാസ്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതല്ലാത്തവർ എന്ത് വേണം, റെക്കോർഡഡ് ക്ലാസ്സസ് കാണണം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ ജനുവരിയിൽ തേർഡ് ഇയർ എടുക്കുന്നത് 113ഉം പിന്നെ 141, 114, 143 അങ്ങനെ 4 സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ ബാക്കി സബ്ജക്റ്റുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ജൂണിൽ എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡിങ്സ് കാണാം. അപ്പൊ ആ ഒരു റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കും കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽസും റെക്കോർഡിങ്സും ഒക്കെ ആപ്പിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റും പഠിക്കാം.
ഇനി പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിലെന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, എന്നിട്ട് ഞാൻ റിപ്ലൈ തരും. ഓക്കെ ആണല്ലോ? അപ്പോ ഓക്കെ മാം. അപ്പൊ നമ്മൾ 5-ാം തീയതി തൊട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി മെസ്സേജ് അയച്ചോളൂ, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പൊ അതിന് മുന്നേ ആരെങ്കിലും ജോയിൻ ചെയ്യാണ്ട് വെച്ചെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ അവർക്ക് ഇതുവരെ എടുത്തിട്ടുള്ള സബ്ജക്റ്റുകളുടെ റെക്കോർഡിങ്സും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ്. നമുക്ക് അത് മാത്രം പഠിച്ചാൽ മതി, ടെക്സ്റ്റ് നോക്കണ്ട. കാരണം നമ്മൾ ടെക്സ്റ്റിന്ന് എടുത്തിട്ടുള്ള നോട്ടാണത്. ഇപ്പൊ ടെക്സ്റ്റ് എടുത്ത നോട്ട് തന്നെ ചുരുക്കിയിട്ട് പരമാവധി വെട്ടിക്കുറയ്ക്കാവുന്നതൊക്കെ വെട്ടിക്കുറച്ച് എളുപ്പത്തിലാക്കിയിട്ടുള്ള നോട്ടാണ്. പല ടോപ്പിക്കുകൾ ഞാൻ എന്റെ രീതിയിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് ഭയങ്കര നോട്ട് ടെക്സ്റ്റ് കണ്ടറിയാലോ, ഭയങ്കര കടുക്കട്ടിയാണ്. പഠിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ മൊത്തം നമ്മള് ഇത് മൊത്തം ഞാൻ പഠിക്കും അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം കുറച്ച് റിസ്ക് ആണത്. ഒരുപാട് കണ്ടന്റുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലത് ആവശ്യമില്ലാതെ പറഞ്ഞു തന്നെ റിപ്പീറ്റ് അടിച്ച് എഴുതിയുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങിയത്. കാരണം ടെക്സ്റ്റ് വെച്ചിട്ട് എടുക്കാൻ നോക്കിയപ്പോ തീരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഇട്ടിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് മാത്രം നമുക്ക് പഠിച്ചു കഴിഞ്ഞാല് അത് എളുപ്പത്തിൽ പഠിക്കാം. അപ്പൊ എക്സാമിന് ആ ഒരു ടോപ്പിക്ക് മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ മാത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ പരമാവധി ഓരോ ചാപ്റ്റേഴ്സിനും കണ്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന്റെ ടൈമിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ തരും. അപ്പൊ ആ ഒരു റിവിഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടായിരിക്കും റിവിഷൻ തരും എക്സാം ടൈമിൽ കേട്ടോ. എക്സാം ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് സിലബസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നമുക്കൊരു മെയ് മാസം ഞാൻ അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ റിവിഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ സബ്ജക്റ്റുകളും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുക. അപ്പൊ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് നമുക്കൊരു റിവിഷൻ വെക്കാം. ഇപ്പൊ 106 ഒക്കെ ഞാൻ അങ്ങനെയാണ് വെച്ചത്, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയിട്ട്. കാരണം ഫുള്ള് പഠിച്ചിട്ട് പോവാ ചിലപ്പോൾ നമ്മുടെ ഓർമ്മക്കുറവുകൊണ്ട് നമ്മൾ ഫുള്ള് പഠിച്ചിട്ടും കാര്യമില്ല. നമുക്കത് എക്സാമിന് പോയിട്ട് എഴുതാൻ പറ്റണല്ലോ. അപ്പൊ അത്യാവശ്യമുള്ളത് മാത്രം നമുക്ക് ആ ഒരു റിവിഷൻ ടൈമിൽ നോക്കിയിട്ട് പഠിക്കാം. ക്ലാസ് എടുക്കുമ്പോൾ റെഗുലർ ക്ലാസ് എടുക്കുമ്പോൾ പരമാവധി എല്ലാ ടോപ്പിക്കും എടുക്കും. കാരണം ഇപ്പൊ ഇനി PG ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ സിലബസിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസിൽ പരമാവധി സ്കിപ്പ് ചെയ്യാത്ത രീതിയിലായിരിക്കും മെറ്റീരിയൽ ഉണ്ടായിരിക്കുക. അത് ഫുള്ള് എടുക്കുകയും ചെയ്യും. റിവിഷൻ ടൈമിലാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കട്ടെ. ഇനി എന്തെങ്കിലും വേറെ ഡൗട്ട് ഉണ്ടോ? നമുക്ക് ചോദിക്കാം കേട്ടോ. ചോദിച്ചോളൂ സുമി. ഞാൻ ഈ മോർണിംഗ് സെഷൻ നമ്മുടെ ഡേ ടൈമിൽ ഉണ്ടാവില്ല, നൈറ്റിലത്തെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യും. ഓൾറെഡി ജോലി ചെയ്യേണ്ടതുകൊണ്ട് ശരി ശരി. അപ്പൊ എനിക്ക് അപ്പൊ ആ ഒരു സെഷൻ നമ്മൾ എന്തായാലും റെക്കോർഡിങ്സ് ഇടും. അപ്പൊ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നോക്കി നോക്കാം നമുക്ക് ആ ഒരു ടൈം ടേബിൾ പോകുന്ന ഒരു രീതി. ഞാൻ ഇങ്ങനെ ടൈം ടേബിൾ ഇട്ടിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ 2 മാസത്തിന്റെ ഉള്ളിൽ 2 സബ്ജക്ട് തീർക്കുക അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. കഴിഞ്ഞ വട്ടം എനിക്ക് പറ്റിയ പിഴവുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ട് എടുക്കുന്നത്. അപ്പൊ അതെങ്ങനെ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ടോപ്പിക്കുകളൊക്കെ നോക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ പോകും എന്നുള്ള രീതി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സബ്ജക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിളിന്റെ ക്ലാസ് റൂം ആപ്പാണ്. അപ്പോ ചിലപ്പോൾ അതില് മാറ്റം ഉണ്ടായിരിക്കും. നോക്കുന്നുണ്ട് പരമാവധി ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആയിട്ട് നമുക്കൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്വന്തമായിട്ടൊരു ആപ്പ് വിചാരിക്കുന്നുണ്ട്. നടന്നു പോട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ നോട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കോൺഫിഡൻഷ്യൽ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ താങ്ക് യു.
ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇപ്പത്തെ ഈ ഒരു സെഷൻ നിർത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ 5-ാം തീയതി നമ്മൾ ക്ലാസ് തുടങ്ങുന്നുണ്ട്. തേർഡ് ഇയറിന്റെ സെഷൻ വരുന്നത് 2:30-ക്കാണ് കേട്ടോ. 2:30-ക്ക് ക്ലാസ് തുടങ്ങുന്നുണ്ട്. ആദ്യം എടുക്കുന്നത് BPCC 113 ആണ് കേട്ടോ. 2:30-ക്ക് സെഷൻ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ വേണ്ട, BPCC 141 വയ്ക്കാം 2:30-ക്ക്. കാരണം ഡിസോർഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പോലെ ലൈവില് പരമാവധി ഡിസോർഡേഴ്സിന് കയറാനായിട്ട് നോക്കുക. ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ BPCC 113 ആണ് 7:30-ക്ക് എടുക്കുന്നത്. കാരണം ഡിസോർഡേഴ്സ് ആണ് കടല സുമി. അപ്പൊ പരമാവധി എല്ലാവരും തേർഡ് ഇയേഴ്സ് ആണെങ്കിൽ എല്ലാവരും ആ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കും. കാരണം ഡിസോർഡേഴ്സ് നമുക്ക് കേട്ട് പഠിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ആ ഒരു ടൈം ഞാൻ BPCC 113 ആക്കുന്നുണ്ട്. പിന്നെ 141 വരുന്നത് പോസിറ്റീവ് സൈക്കോളജി ആണ്. കുഴപ്പമില്ല, നമ്മൾ ഏറെക്കുറൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മാഷ്ലോന്റെ തിയറി, അങ്ങനെയുള്ള കാൾ റോജറിന്റെ തിയറി, അങ്ങനെയുള്ള തിയറീസ് ഒക്കെ വരുന്നതാണ് പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് 2:30-ക്കും 113, അതായത് ഡിസോർഡേഴ്സിന്റെ ഒരു സെഷൻ വെക്കുന്നത് 7:30-ക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ലൈവ് കിട്ടുകയാണെങ്കിൽ പരമാവധി എല്ലാവരും കയറാനായിട്ട് നോക്കും. അപ്പൊ ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. 5-ാം തീയതി. Thank you, ma'am. Okay, thank you. Okay, thank you. Okay, thank you.